മറ്റു വാർത്തകൾ നോക്കാം. തിരുവനന്തപുരം ഡൽഹി വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ ഇറക്കിയതിൽ വിശദീകരണവുമായി എയർ ഇന്ത്യ. അടിയന്തര ലാൻഡിംഗ് നടത്തിയത് റഡാറുമായുള്ള ബന്ധത്തിൽ തകരാറ് നേരിട്ടതിനെ തുടർന്നാണ്. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. കെ.സി. വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, കെ. രാധാകൃഷ്ണൻ എന്നിവരടക്കം 5 മലയാളി എംപിമാരും വിമാനത്തിലുണ്ടായി. വിവരങ്ങളുമായി കാർത്തു ചേരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം ഡൽഹി വിമാനം ഡൽഹിയിലെത്തി എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. ഏറ്റവും പുതിയ വിവരം അതുതന്നെയാണ് എന്നുള്ളതും കൂടിയാണ്. എംപിമാരെല്ലാം ഡൽഹിയിലെത്തി. എന്നിരുന്നാലും ഈ ഒരു വിശദീകരണം എത്രത്തോളം വസ്തുതാപരമാണ്, എത്തരത്തിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള നടപടികൾ എംപിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക? കാളിദാസ്, തീർച്ചയായും ഇന്നലെ 7:50ഓടെയാണ് തിരുവനന്തപുരത്തു നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ വിമാനം ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. പറന്നുയർന്ന് 1 മണിക്കൂർ 10 മിനിറ്റിന് ശേഷമാണ് ഇത്തരത്തിലൊരു അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. റഡാറിലുണ്ടായ സാങ്കേതിക തകരാറാണ് ഇത്തരത്തിൽ ലാൻഡിംഗ് നടത്താൻ കാരണമെന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം ഉണ്ടായിരിക്കുന്നത്. 5 മലയാളി എംപിമാരടക്കം 160 യാത്രക്കാരാണ് ആ സമയത്ത് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. കനത്ത സുരക്ഷാ വീഴ്ചയാണ് ഈ ഒരു കാര്യത്തിൽ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് അടക്കമുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. കെ.സി. വേണുഗോപാൽ അടക്കം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ ഒരു വീഴ്ചയിൽ അന്വേഷണം അടിയന്തരമായി ആവശ്യപ്പെട്ടാണ് കെ.സി. വേണുഗോപാൽ എം പി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്നാൽ ഈ പോസ്റ്റിന്റെ താഴെയാണ് എയർ ഇന്ത്യ വിശദീകരണം നൽകിയിരിക്കുന്നത്. യാതൊരു സുരക്ഷാ വീഴ്ചയും ഈ സംഭവത്തിൽ ഉണ്ടായിട്ടില്ല. എയർ ഇന്ത്യയുടെ റഡാർ തകരാർ സംഭവിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നത് എന്നാണ് എയർ ഇന്ത്യ വിശദീകരണം നൽകിയിരിക്കുന്നത്. അതേസമയം കൊടിക്കുന്നിൽ സുരേഷ് എം പിയുടെ ഭാഗത്തുനിന്നും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നത്, അടിയന്തര ലാൻഡിംഗ് നടത്തുന്നതിന് മുമ്പ് ചെന്നൈ വിമാനത്താവളത്തിൽ വിമാനത്താവളത്തിന്റെ മുകളിൽ വട്ടമിട്ട് പറന്നിരുന്നു എന്നാണ്. ഈ സമയത്ത് റൺവേയിൽ മറ്റൊരു വിമാനവും ഉണ്ടായിരുന്നു. ഈ അടിയന്തര ലാൻഡിംഗ് സമയത്ത് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്നുള്ളൊരു പോസ്റ്റാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി പങ്കുവച്ചിരിക്കുന്നത്. ഈ റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്ന സമയത്താണ് ഈ വിമാനം ലാൻഡിംഗ് നടത്തിയതെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞിരിക്കുന്നത്. പൈലറ്റിന്റെ സംയോജിത ഇടപെടൽ മൂലമാണ് വലിയൊരു ദുരന്തം ഒഴിവായതെന്നും പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ എയർ ഇന്ത്യ ഇതിൽ വിശദീകരണം നൽകുന്നത്, ആ സമയത്ത് റൺവേയിൽ ഒരു വിമാനം ഉണ്ടായിരുന്നില്ല. SITയുടെ ഭാഗത്തുനിന്നുണ്ടായ നിർദ്ദേശം കൊണ്ട് മാത്രമാണ് വിമാനം ലാൻഡിങ്ങിന് മുമ്പ് വട്ടമിട്ട് പറന്നതെന്നും ലാൻഡിംഗ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പ് വീണ്ടും ഉയർന്നു പൊങ്ങിയതിന് കാരണം SITയുടെ ഭാഗത്തു നിന്നുണ്ടായ നിർദ്ദേശം കൊണ്ട് മാത്രമാണെന്നാണ് എയർ ഇന്ത്യയുടെ വാദം. എന്നാൽ റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. കൊടിക്കുന്നിൽ സുരേഷ് എം പിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. എന്നാൽ എയർ ഇന്ത്യ ഇത് തള്ളുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലൊരു വിമാനം റൺവേയിൽ ഉണ്ടായിരുന്നില്ല, യാതൊരു സുരക്ഷാ വീഴ്ചയും ഈ സംഭവത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എയർ ഇന്ത്യ വിശദീകരണം നൽകുന്നത്. അന്വേഷണം കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് എംപിമാരടക്കമുള്ളവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. എന്നാൽ എയർ ഇന്ത്യ ഇതിനോട് സഹകരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല. ഉടൻ തന്നെ ഇതിൽ അന്വേഷണം വേണമെന്നാണ് കെ.സി. വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷ് എം പിയും അടക്കമുള്ള 5 എംപിമാരാണ് ആ സമയത്ത് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ ഇപ്പോൾ സുരക്ഷിതരായി ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. എങ്കിലും ഈ ഒരു സമയത്ത് ഈ എയർ ഇന്ത്യ എന്ന വിമാന കമ്പനിയുടെ ഭാഗത്തുനിന്ന് 2-3 മാസക്കാലമായി അടുപ്പിച്ച് നേരിടുന്ന സുരക്ഷാ വീഴ്ചയിൽ അടിയന്തരമായി അന്വേഷണം വേണമെന്നാണ് ഉയരുന്ന വിമർശനം. എന്നാൽ ഇങ്ങനെ ഒരു ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ യാതൊരു സുരക്ഷാ വീഴ്ചയും തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. വിമാനത്തിന് സംഭവിച്ച സാങ്കേതിക തകരാർ മാത്രമാണ് ഇത്തരത്തിലൊരു അടിയന്തര ലാൻഡിങ്ങിലേക്ക് വഴിവെച്ചതെന്നാണ് എയർ ഇന്ത്യ നൽകുന്ന വിശദീകരണം. കാളിദാസ്.